ജീവിതം എങ്ങനെ കെട്ടിപ്പൊട്ടാണെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കെട്ടിപ്പൊട്ടാന്ന് വിചാരിച്ചു 2020 ആരും ഇല്ല. എന്നിട്ട് കഥ ഉണ്ടാക്കാൻ അയ്യോ ഇതിന്റെ ഞാനൊക്കെ പക്കുമൊക്കെ വിറ്റ് പുട്ടടിച്ച് അതുകൊണ്ട് എനിക്ക് എന്തോ ആത്മഹത്യ ചെയ്തതാണ്. ഇങ്ങനെ വരുത്താമെന്നാണ് വിചാരിച്ചത്. കഥകൾ എല്ലാവർക്കും അറിയാം. എല്ലാവരെയും പിടിച്ചു വച്ച കഥകളൊക്കെ ആണോ മാറില്ലല്ലോ. അതിന് കൊടുത്തു അത്രയും കൂടെ അല്ല അവര് മിടിക്കുകയാണെങ്കിൽ അവിടെ എന്തുവാ ആരാടെ മക്കൾ എഴുതി വെക്കണമായിരുന്നു. മിടിക്കുകയായിരുന്നു അതെന്തായാലും ചെയ്യാനില്ല. ഇതുമാത്രം വേണം പിടിച്ചു പറിച്ച് എല്ലാവരെയും വേണം പിടിച്ചു പറിച്ച്. 4000 രൂപ എന്നെ ആ പിള്ളേരെ ഈ ആനിമൽ പറഞ്ഞാൽ വലിയ ചെയ്യണം. അവരെ പിള്ളേരെ കൂടെ ഒന്ന് നടക്കുക. അതേപോലെ സേവിക്കൊന്ന് വിവരിക്കുക. സീനിയറെന്ന് പറഞ്ഞാൽ അവരെപ്പോലെ സേവിക്കൊന്ന് വിവരിക്കുക. ഒരു ഡ്രൈവറിന്റെ മോഡലും വിദ്യാഭ്യാസന്റെ മോഡൽ അവർക്ക് എല്ലാവരെയും വേണം. എല്ലാവരെയും പിടിച്ചു വയ്ക്കണം. ആരാ പിടിച്ചു വയ്ക്കാൻ? നടക്കുക രാജേഷിലെന്ന് നമുക്ക് അറിയാണ്ടാക്കാനായിട്ട് ഇങ്ങനെ നടക്കുക. കഥ ഉണ്ടാക്കട്ടെ. കഥ വയ്ക്കാൻ പോയി എന്റെ പെണ്ണുപിള്ളെല്ലാം വീട്ടിൽ നടന്ന കൈവറവനാ. പെണ്ണുപിള്ള വീട്ടിൽ നമ്മുടെ കൈവറ ചേട്ട കാപ്പാട്ടി കൈവറ ഇവന്മാരെല്ലാം അത് തന്നെ. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് കൊല്ലത്തിൽ നാളുകാർക്ക് അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യും കൊണ്ടുവരാൻ? ഇപ്പൊ എന്ത് ചെയ്യും? മരുമോളെ ഇങ്ങനെ എന്തുവാ കൂട്ടാതെ കട ഉണ്ടാക്കി അവരോടെ പാടുന്നുണ്ട്. പറയിക്കൊണ്ട് പോയതാ. ഇതുപോലെ പറയിക്കൊണ്ട് പോയതാ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെയല്ല നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞ ഡിവോഴ്സ് ഒന്നുമില്ല. അങ്ങനെ അതിനോട് പോയതാണ്. എന്റെ അതിന് പറഞ്ഞില്ലല്ലോ ഗൾഫിലുള്ള നടക്കാറില്ല. നടക്കാവില്ല എന്നാണ് ഗൾഫിലുള്ള എത്തണമെന്ന് പറഞ്ഞില്ലേ. കടകളില്ല. തമ്പാച്ചാറുടെ പെണ്ണുപിള്ള ഈ നടക്കുന്ന എന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ നടക്കുന്ന എന്റെ ഈ കടകളാണ്. തമ്പാച്ചാറുടെ പെണ്ണുപിള്ള ഇടയ്ക്ക് ഇവിടെ പോയിട്ട് പിന്നെ വന്നു നിൽക്കും. ആയിരിക്കുമല്ലോ അങ്ങനെ തന്നെ. എന്താ ആയിരിക്കും കൊന്നതായിരിക്കും. എല്ലാം ഭയങ്കര വാങ്ങിച്ച് കട്ടിട്ട് കണ്ടുമാരും അവരുടെ വീട്ടിലെത്തണം. എന്റെ വീട്ടിലെത്തണം. പള്ളയും കൂടെ അവിടെ ചോദിപ്പിച്ച് ഒത്തിരി ഉണ്ട് പോലെ. പിന്നെ ആരാ ഇത് എന്റെ മോള് ഒരു ക്രിസ്ത്യാനിക്കൊക്കെ കട വെച്ച് എന്റെ മോള്
ബിരിയാണിക്കൊക്കെ അവിടെ എത്തിയിട്ടില്ലോ. എനിക്കറിയാമല്ലോ അവിടെ പല്ലെല്ലാം മുന്നിലത്തെ വെപ്പാ. പല്ല് മുന്നിലത്തെ വെപ്പാണ് പറയുന്നത്. എന്ത് ചുമ്മാതെ ആക്സിഡന്റ് ആയി എന്നൊക്കെ വരുത്തിക്കാൻ അവിടെ പല്ല് മുന്നിലത്തെ എടുത്തേക്ക് വെച്ചതാക്കണ്ടി. ട്രെയിൻ നടക്കുക എറണാകുളത്തെ പോയി ഫാമിലിക്കാണെങ്കിലും എല്ലാം വൈകിപ്പിക്കാൻ. ഇവിടെ അവന്റെ ഇളയ മുളക്കണ്ണത്തിനെയാണ് കൊണ്ടുവന്നത്. എത്ര മതിയെ കൊണ്ടുവന്നു? മൂന്നോ നാലോ ഓട്ടോക്കാർ തന്നെ വന്നെന്നാ പറയുന്നത്. രണ്ട് ഓട്ടോക്കാർ, അത് ഒരു ഓട്ടോക്കാരന്റെ സ്വർണ്ണമാല എല്ലാം കൊണ്ടാ പോകുന്നത്. അത് സ്വർണ്ണമൊന്നും ഇല്ല ഇവിടെ. എത്രയോ കുറവ് എടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഇവൻ ഇവിടെ ഏതോ ഓട്ടോക്കാരന്റെ സ്വർണ്ണവും കൊണ്ടാണ് ഇവിടെ പോകുന്നത്. അത്ര മിടുക്കിയായിരുന്നേക്കുന്നത്. മൂത്തോട് തന്നെ മക്കളെ ഇങ്ങനെ വിട്ടേക്ക് ആ കഥ ഇവിടെ ഉണ്ടാക്കാമെന്നായിരിക്കും വിചാരക്കഥ. മക്കളെ ഇങ്ങനെ ചേരാതെ ഇങ്ങനെ മക്കളെ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാൻ. ചേരാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഉണ്ടാക്കാൻ നടക്കുക. അപ്പമ്പതായി കാണത്തില്ല. അപ്പമ്പത് അവരെ കണ്ടോ? യുവമാരൊന്നും കണ്ടോ? അപ്പോൾ ഈ വയസ്സൊന്നും പറയത്തില്ലേ? 80 പോലും തവണ ഫയർ തുടങ്ങി നമുക്ക് 25 അപ്പൊ ഈ കെട്ടി കൊന്നെ കണ്ടോ ജയരാജൻ? ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്തോ നടക്കുന്നവരെയായിരിക്കും അത് വയർ കൊടുക്കാണ്. എനിക്ക് 50 വയസ്സായപ്പോഴാണ് നമുക്ക് ആടുന്ന ഏതൊക്കെ അവന്മാര് ഇത് പറഞ്ഞ അതെ. ഈ പറയുന്ന അവന് 90 വയസ്സുണ്ട്. അവനൊരു കുഴപ്പമില്ല. നീ എന്നുള്ള എന്റെ മോണിക്കോടൊക്കെ അയക്കാൻ നോക്കുന്നു. ഇവനാണ് 50 മറ്റേതുണ്ട് 80 ഇങ്ങനെ വെച്ച് നല്ലതാ. എനിക്ക് 50 വയസ്സുണ്ടെന്ന് പറയാൻ നടക്കുന്നത് മനസ്സിലാവില്ല. എന്തോന്നു എനിക്ക് 50 വയസ്സെന്ന് തോന്നുന്നു. നിനക്കെന്താണ് എനിക്ക് 50 വയസ്സുണ്ടെങ്കിൽ 65 വയസ്സുള്ള ഹസ്ബൻഡെ കാണിച്ചു നോക്കണം. 65 വയസ്സുള്ള ഹസ്ബൻഡ് എന്തോ കേക്ക് എത്ര വയസ്സുണ്ടമ്മേ? 70 കൂടുതൽ ഔട്ടില്ലയോ? 66 വയസ്സ് 66 വയസ്സോളം ആയി. അവളെ കണ്ടാ എത്ര വയസ്സ് പറയും? പിന്നെ അപ്പൊ എനിക്കെത്ര എന്താണ് ആ മുതുക്കിയും 66 വയസ്സായി. അപ്പൊ എന്താ അവിടെ പിന്നെന്താ ഞാൻ അതിന് എത്രയോ വയസ്സ് ചേർത്താ ഞാൻ മുതുക്കിയായോ? അജിതയാനിയുടെയൊക്കെ മക്കൾ എന്നെക്കാട്ടി വലിയ ഇളയതൊന്നും അല്ല. അജിതന്റെ ഓമനയുടെയൊക്കെ മക്കൾ ഓമനയുടെയൊക്കെ മോള് പോയി. അപ്പൊ അവരൊക്കെ എന്ത് കൊച്ചു പിള്ളേരായിട്ടിരിക്കുക. അല്ലയോ? ഓമനയുടെ മക്കളൊക്കെ ഓമനയുടെ മോള് എനിക്കൊന്നും പിള്ളേരൊന്നും ഇല്ല. അവിടെ അവളെ കെട്ടിക്കുമ്പോ ഈ ഓമനയുടെ മോള് കല്യാണം കഴിക്കുമ്പോ എനിക്ക് പിള്ളേരൊന്നും ഇല്ല. അന്നേരം എന്നെക്കാട്ടി വലിയ വയസ്സിന് ഇളയതൊന്നും അല്ല അവള്. അവളെ ഇപ്പൊ പോയി നോക്കട്ടെ. അപ്പൊ ഓമനയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തുള്ള അമ്മയുടെ ആവശ്യത്തിലെ പോയതോ അവളുടെ മോളുടെ കാര്യമാണ്. അവളുടെ മൂത്ത മോള്. എനിക്ക് അത് പിള്ളേരൊന്നും ഇല്ലാത്തത് അവളുടെ അവിടെ കല്യാണം. അപ്പോഴോ അപ്പൊ അവളിരിക്കുന്ന എങ്ങനെയാണ് അറിയില്ലയോ? എന്റെ വീട്ടിലെല്ലാം ഇതുപോലെ ആയിപ്പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. നീലെന്ന് പറയുന്നവർക്കും നമ്മുടെ കേരളത്തിൽ നീലേക്കും അവർക്കും ഇവർക്കും എല്ലാം എന്തുമാത്രം നീലൊക്കെ അറിയില്ലേ? എന്റെ മുടി കളയാല്ലേ? എന്റെ മുടിയെ പണിയാൻ എത്ര പണിയാൻ